ചികിത്സാ പിഴവ് മൂലം രോഗികളുടെ മരണം. മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയുടെ മരണം. ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം. ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം രോഗികൾ തന്നെ വാങ്ങി നൽകേണ്ട ഗതികെട്ട അവസ്ഥ. ഓപ്പറേഷൻ ഉപകരണം ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്ന സാഹചര്യം. സിസ്റ്റത്തിന്റെ തകരാറെന്ന ഒഴിവുകഴിവ് പറയുന്ന ആരോഗ്യമന്ത്രി. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും അധികം പഴികളും പരാതികളും കേൾക്കുന്ന വകുപ്പുകളിൽ നമ്പർ 1 പിണറായി സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ആരോഗ്യ വകുപ്പ് തന്നെയാണ്. നമ്പർ 1 എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്ന ആരോഗ്യ മേഖല എന്തുകൊണ്ടാണ് ഇത്രയേറെ പഴികൾ കേൾക്കേണ്ടി വരുന്നത്? വികസിത രാജ്യങ്ങൾക്കൊപ്പമെന്ന് പ്രശംസിക്കപ്പെട്ടിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മാതൃക തകർന്ന് തരിപ്പണമാകുകയാണെന്ന് തുറന്നു സമ്മതിക്കാൻ കഴിയാത്തൊരു സർക്കാരാണെന്ന് കേരളം ഭരിച്ച് മുടിക്കുന്നത്. നമ്പർ 1 കേരളം എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ അവസ്ഥ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അധികാരികൾ ചിന്തിക്കില്ല. അതിനെവിടെയാണ് സമയം? ആ സമയമുണ്ടെങ്കിൽ ഇനി എവിടെ കട്ടുമുടിക്കാമെന്ന് ചർച്ച നടത്തും ഈ സർക്കാർ. കേരളത്തിലെ ആരോഗ്യരംഗം യൂറോപ്യൻ നിലവാരത്തിലാണ്. ലോകത്തിന് തന്നെ മാതൃകയായ നമ്പർ 1 ആണ് എന്നൊക്കെയുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉൾപ്പെടെ വാചകമടികൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽ ജീവിതം നഷ്ടപ്പെട്ട ഇരുട്ടിലായ സനൂപ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു സാധാരണ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു സർക്കാർ ആശുപത്രിയുടെ അനാസ്ഥ കൊണ്ട് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ കൊടും ക്രൂരതയുടെ നേർചിത്രമാണ് സനൂപ് എന്ന യുവാവിന്റെ നിലവിലെ ജീവിതം. ടൈൽസ് പണിക്ക് പോയി അവൻ ഒഴുക്കുന്ന വിയർപ്പിലായിരുന്നു പ്രായമായ അച്ഛനും അമ്മയും 1ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞിരുന്നത്. എന്നാൽ ചെറിയ ഒരു മുട്ടുവേദനയുടെ രൂപത്തിൽ തുടങ്ങിയ ആശുപത്രി യാത്ര സനൂപിന്റെയും ആ കുടുംബത്തിന്റെയും ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചു പോയ ആ ചെറുപ്പക്കാരന് പിന്നീട് ഒരിക്കലും ഈ ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. മുട്ടുവേദനയുമായി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ സനൂപിന് കയ്യിൽ കാനുല ഇട്ട ഭാഗത്ത് കടുത്ത വേദനയും തടിപ്പും അനുഭവപ്പെട്ടപ്പോൾ നഴ്സുമാരോട് പലവട്ടം പരാതിപ്പെട്ടിട്ടും ആരും അത് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ആ വേദന അവഗണിച്ചതിന്റെ ഫലമായി കയ്യിൽ അണുബാധയുണ്ടായി. ഒടുവിൽ ബോധം നഷ്ടപ്പെടുകയും വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് സനൂപിനെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയത്. പക്ഷെ അപ്പോഴും സനൂപിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു വിവരവും ആ കുടുംബത്തെ അറിയിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. പിന്നീട് സനൂപിന് നടന്നത് മെഡിക്കൽ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന സനൂപിന്റെ ഇരു കണ്ണുകളിലെയും കൃഷ്ണമണികൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് സമ്മതപത്രം വാങ്ങാനായി ആശുപത്രി അധികൃതർ കാട്ടിയ ക്രൂരത സനൂപും കുടുംബവും തുറന്നു പറയുന്നുണ്ട്. എഴുത്തും വായനയും അറിയാത്ത വത്സല എന്ന ആ അമ്മയെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, അബോധാവസ്ഥയിലായിരുന്ന സ്വന്തം മകന്റെ കൈ പിടിച്ച് വട്ടം വരപ്പിച്ചാണ് അവർ ആ സമ്മതപത്രം വാങ്ങിയെടുത്തത്. അപ്പോഴും ആശുപത്രി അധികൃതരോ ഡോക്ടറോ എന്തിനാണ് ഇത്തരത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയതെന്ന് ആ അമ്മയോട് പറഞ്ഞിരുന്നില്ല. തന്റെ മകന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കാനാണ് ആ സമ്മതപത്രം നൽകുന്നതെന്ന് ആ അമ്മ അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ബോധമെന്ന് സനൂപ് കാണുന്നത് എങ്ങും കൂരിരുട്ട് മാത്രമാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അണുബാധയുണ്ടായി എന്നും പിന്നീട് ഷുഗർ കൂടിയത് കൊണ്ടാണെന്നും മാത്രമുള്ള ഒഴുക്കൻ മറുപടിയാണ് ഡോക്ടർമാർ നൽകിയത്. ഒരു മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കാൻ വന്നയാളുടെ കണ്ണുകൾ എന്തിനു നഷ്ടപ്പെട്ടു എന്നതിന് യാതൊരു വ്യക്തമായ വിശദീകരണവും നൽകാൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായി ആവശ്യപ്പെട്ടതുകൊണ്ടുള്ള ഡിസ്ചാർജ് എന്ന വ്യാജരേഖയും നൽകി സനൂപിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ അവർ നിർബന്ധിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു രേഖയും അവർ കുടുംബത്തിന് വിട്ടു നൽകിയതുമില്ല. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം തിരുത്തി ചമച്ച നിലയിലായിരുന്നു. ഇങ്ങനെയാണ് കുടുംബം പറയുന്നത്. നീതി തേടി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, സനൂപിനെ ചികിത്സിച്ച ഡോക്ടർ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. ഇന്ന് ആ കുടുംബം കടുത്ത ദുരിതത്തിലാണ്. വാഹനാപകടത്തിൽപ്പെട്ട അച്ഛനും കൂടി കിടപ്പിലായതോടെ ആ കുടുംബത്തെ പോറ്റാൻ സനൂപിന്റെ പ്രായമായ അമ്മയാണ് വീട്ടുജോലിക്ക് പോകേണ്ട അവസ്ഥയിലെത്തിയത്. സ്വന്തം കുടുംബത്തെ പോറ്റിയിരുന്ന ആ ചെറുപ്പക്കാരൻ നീതി എവിടെ നിന്ന് ലഭിക്കുമെന്നറിയാതെ നഷ്ടപ്പെട്ട കാഴ്ചയുമായി ജീവച്ഛവമായിരിക്കുന്നു. സനൂപ് മാത്രമല്ല, ഇത്തരത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് മൂലം ജീവിതം നഷ്ടപ്പെട്ടവരും ശിഷ്ടകാലം ദുരിതം അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്നവരും ഇനിയുമുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന അതീവ ഗുരുതരമായ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം.
പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെ പരാജയമല്ലാതെ പിന്നെ എന്താണ്? ആവർത്തിക്കുന്ന ഇത്തരം കുറ്റകരമായ അനാസ്ഥകൾക്ക് തടയിടാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, സിസ്റ്റം ശരിയല്ലെന്ന് സ്ഥിരം ക്യാപ്സ്യൂൾ പ്രയോഗിക്കുന്നത് എന്തിനാണ്? ആരോഗ്യ മേഖലയിൽ PR വർക്കുകൾക്ക് നൽകുന്ന പ്രാധാന്യം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ് സത്യം. മെഡിക്കൽ കോളേജുകളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംവിധാനമില്ലാത്തത് സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വീഴ്ച തന്നെയാണ്. നിരുത്തരവാദിത്തപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത്രയും ഗുരുതര സംഭവ വികാസങ്ങളെ തീർത്തും ലഘൂകരിച്ചും ന്യായീകരിച്ചും പ്രതികരിക്കുന്നവരെ, മാധ്യമങ്ങളെ അടക്കം പരിഹസിക്കുന്ന ധാർഷ്ട്യം നിറഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.